ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ലേണിനോ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ +1 ഫിസിക്സ് യൂണിറ്റ് 10 ഓസിലേഷൻസ് ആൻഡ് വേവ്സ് എന്നുള്ളൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ പീരിയോഡിക് മോഷൻ, അതുപോലെ തന്നെ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ എന്താണ് മോഷൻ നമുക്ക് നോക്കാം. ഓക്കെ, മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, അതെന്ന് പറയുന്നത് ഒരു ഗിവൺ ഇന്റർവെൽ ഓഫ് ടൈമിങ്ങിൽ ആ ഒരു അതിന്റെ ചുറ്റുപാടിനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് അതിന്റെ ആ ഒരു ഗിവൺ ഇന്റർവെൽ ഓഫ് ടൈമിൽ ആ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻസ് എത്രത്തോളം ചേഞ്ച് ആകുന്നുണ്ടോ, എങ്ങനെയൊക്കെയാണ് ചേഞ്ച് ആകുന്നത്, അതാണ് മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്കൊരു ഒബ്ജക്റ്റിന്റെ മോഷൻ, നമ്മളൊരു മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ മോഷൻ എന്ന് പറയുന്നത് ചില ടേംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ അത് എന്തൊക്കെ ടേംസ് ആണെന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്നതാണ് ഇതൊക്കെ അല്ലെ. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, സ്പീഡ്, വെലോസിറ്റി, ടൈം, ആക്സിലറേഷൻ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പൊ ഈ ടോപ്പിക്കുകളൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ മോഷൻ എന്താന്നുള്ളത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്തൊക്കെ ടൈപ്സിൽ മോഷൻ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ലേഷണൽ മോഷൻ ആണ്. അതായത് ഇവിടെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു 3 ഡയമെൻഷനിൽ, നമുക്കറിയാം എക്സ് വൈ ഇസഡ്, 3 ഡയമെൻഷൻ നമുക്ക് അറിയുന്നതാണ്, എക്സ് വൈ ഇസഡ്. ഈ 3 ഡയറക്ഷനിൽ ഏതിലെങ്കിലും ഒരു ഡയറക്ഷനിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ ആ ഒരു പാത്തിലൂടെ ആയിരിക്കും ഈ പറയുന്ന ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് പറയാം? ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറയാം. ഓക്കെ, അടുത്തത് റൊട്ടേഷനിലാണ്. അപ്പൊ നമുക്ക് ഒരു ഫിക്സ്ഡ് ആക്സിസിൽ വെച്ച് ഒരു സർക്കുലർ പാത്തിലാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് പറയാം? റൊട്ടേഷണൽ മോഷൻ എന്ന് പറയാം. ഓക്കെ, അതായത് ഒരു ഫിക്സ്ഡ് ആക്സിസിൽ നമ്മളിപ്പോ ഒരു സെന്റർ പോയിന്റ് ഉണ്ടാകും. ആ ഒരു സെന്റർ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഒരു സർക്കുലർ മോഷനിലാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനെ റൊട്ടേഷണൽ മോഷൻ എന്ന് പറയാം. ഓക്കെ, അടുത്തത് ലീനിയർ മോഷൻ ആണ്. അപ്പൊ നമുക്കൊരു ട്രാൻസ്ലേഷൻ മോഷന്റെ ഒരു ടൈപ്പ് ആണ്. ഇവിടെ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഡയറക്ഷനിൽ മാത്രമായിരിക്കും, ഒരു സിംഗിൾ ഡയമെൻഷനിൽ ഒരു സിംഗിൾ ഡയറക്ഷനിൽ മാത്രം മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ ലീനിയർ മോഷൻ എന്ന് പറയാം. ഓക്കെ, അടുത്തത് പീരിയോഡിക് മോഷൻ. നമുക്കറിയാം പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് റിപ്പീറ്റിംഗ് ആണ് അല്ലെ. ഒരു സർട്ടൈൻ ഇന്റർവൽ ഓഫ് ടൈമിന് ശേഷം വീണ്ടും അത് റിപ്പീറ്റ് ആകുന്നുവെങ്കിൽ ദാറ്റ്സ് ടൈപ്പ് ഓഫ് പീരിയോഡിക് മോഷൻ ആണ്. അടുത്തത് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പൊ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അതിന് മുമ്പ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു സിമ്പിൾ പെൻഡുലം നമുക്ക് അറിയുന്നതാണ് അല്ലെ. ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രമായിരിക്കും നമുക്ക് ആ ഒരു മൂവ്മെന്റ്സ് വരുന്നത്. അതെങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ടു ഈച്ച് തരായിരിക്കും. ഒന്ന് ഫ്രണ്ടിലേക്ക് പോകുകയാണെങ്കിൽ പിന്നെ അത് ബാക്കിലേക്ക് ആയിരിക്കും. അപ്പൊ നമുക്ക് അവിടെ ഒരു എങ്ങനെയായിരിക്കും? ഒരു മൂവ്മെന്റ്, ഫ്രണ്ട് ആൻഡ് ബാക്ക് മൂവ്മെന്റ് ആണ് നമുക്ക് ഇവിടെ വരുന്നത് അല്ലെ. ഇവിടെ നമുക്കൊരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ട്. അതാണ് നമുക്ക് ഈ പറയുന്ന ഡയറക്ഷൻ ഓപ്പോസിറ്റ് ചെയ്ത് നമുക്ക് ആ ഒബ്ജക്റ്റിന്റെ മൂവ്മെന്റ് നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നതിന് ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ്, അതായത് അതിന്റെ ഒരു മെയിൻ പൊസിഷൻ. ഇപ്പൊ നമുക്ക് സിമ്പിൾ പെൻഡുലം അറിയാം അല്ലെ. ഇതായിരിക്കും അതിന്റെ ഒരു സെന്റർ പോയിന്റ് വരുന്നത്. അപ്പൊ നമുക്ക് ഫ്രണ്ടിലേക്ക് വരും, ദെൻ ബാക്കിലേക്ക് വരും അല്ലെ. അപ്പൊ അതിന്റെ ഒരു മെയിൻ പൊസിഷനിൽ നിന്ന് വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണോ അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന ആ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അടുത്തതാണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ഒരു ഹൊറിസോണ്ടലും ഉണ്ടാകും ആസ് വെൽ ആസ് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റും ഉണ്ടാകും. അതാണ് ഒരു പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഓസിലേറ്ററി മോഷൻ. ഇവിടെ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേറ്റീവ് നേച്ചർ ആയിരിക്കും നമുക്ക് വരുന്നത്. അതായത് ചെറിയൊരു ടൈം ഇന്റർവെല്ലിൽ നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ആകും. ഓക്കെ, അപ്പോൾ അതായത് എന്താ പറയുക, ഇപ്പൊ നമുക്കൊരു ഓസിലേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും ഓസിലേഷൻ എന്ന് പറയുന്നത്. അതൊരു മെക്കാനിക്കൽ ഫീൽഡ് ആ ഒരു ഇതിലേക്കാണ് നമുക്ക് അതിന് വൈബ്രേഷൻ എന്ന് പറയാം. അപ്പൊ നമുക്കൊരു വൈബ്രേഷൻ ആകുമ്പോൾ നമുക്കറിയാം എത്ര ടൈംസ് ആയിരിക്കും നമുക്ക് അതിന്റെ ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നത് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇതാണ് നമുക്ക് ബേസിക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ബേസിക് ടൈപ്സ് ഓഫ് മോഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വൺ ഇസ് ദി ഏത് മോഷൻ നമ്മൾ നോക്കുന്നത്? പീരിയോഡിക് മോഷൻ. ദെൻ സെക്കൻഡ് വൺ ഇസ് ദി SHM. ഓക്കെ, അപ്പൊ ഈ രണ്ടെണ്ണമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് നോക്കാം പീരിയോഡിക് മോഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു സർട്ടൈൻ ഇന്റർവൽ ഓഫ് ടൈമിൽ അത് റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതാണ് പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ്, അതായത് ഒരു നമുക്ക് കണക്കിലെടുക്കാൻ പറ്റാത്തത്രോളം മോഷൻസ് എന്ന് പറയുന്നത് പീരിയോഡിക് നേച്ചറിലായിരിക്കും അല്ലെ. ഒരു ഫിക്സഡ് ഇന്റർവൽ ടൈമിന് ശേഷം അത് വീണ്ടും 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 റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ചുറ്റും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാം നമ്മുടെ ഡേ ലൈഫിൽ നമ്മൾ പല കാര്യങ്ങളും അതൊരു പർട്ടിക്കുലർ റിതം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പാറ്റേണിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ നടക്കുമ്പോൾ നമ്മളിപ്പോ വാക്ക് ചെയ്യുന്നത് അതൊരു പർട്ടിക്കുലർ
റിതത്തിലായിരിക്കും അല്ലെങ്കിൽ പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലായിരിക്കും നമ്മൾ ഓരോ കാലും മൂവ്മെന്റ്സ് നടത്തുന്നത് അല്ലെ. നമുക്കപ്പോൾ അത് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. ചിലപ്പോൾ 1-2 സ്റ്റെപ്സ് കൺട്രോൾ ചെയ്താൽ കൂടെ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് പറ്റില്ല. അതേപോലെ തന്നെ ഫ്ലോയിങ് സ്ട്രീംസ്, അരുവികൾ ഒഴുകുന്നത് ഒരു പ്രത്യേകം റിതത്തിലായിരിക്കും. സീസണൽ ചേഞ്ചുകൾ വരുന്നത്, ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ടൈം ഇന്റർവെലിന് ശേഷമാണ്. ഇപ്പൊ നമുക്ക് സീസൺ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ നമുക്ക് സ്പ്രിംഗ് സീസൺ സ്റ്റാർട്ട് ചെയ്യും. സ്പ്രിംഗ് കഴിഞ്ഞെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെൽ കഴിഞ്ഞാൽ നെക്സ്റ്റ് സീസൺ വരും, അതല്ലേ. അതേപോലെ തന്നെ പല കാര്യങ്ങളും ഇപ്പൊ നമുക്കിപ്പോൾ ഒരു മഴയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മഴ ഒരു വർഷം മുഴുവനും മഴ വരുമോ? ഇല്ല. ഒരു പർട്ടിക്കുലർ ടൈം ഡ്യൂറേഷൻ കഴിഞ്ഞാൽ ആ മഴ എന്നുള്ളൊരു സീസൺ മാറിയിട്ട് അത് വിന്ററിലേക്ക് മാറും. എഗെയിൻ വിന്റർ എന്നുള്ളത് എന്താകും? സമ്മർ സീസണിലേക്ക് മാറും. അപ്പൊ നമുക്കൊരു എന്താ പറയാ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു ഫിക്സ്ഡ് ഇന്റർവെൽ ഓഫ് ടൈമിങ്ങിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇപ്പോൾ ഡേ ലൈഫിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, അത് റിപ്പീറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിനൊക്കെ നമുക്കൊരു പീരിയോഡിക് മോഷൻ എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ ക്ലാസ്സുകളിൽ സ്കൂളുകളിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ നമുക്ക് ബെൽ റിംഗ് ആകും അല്ലെ, അതായത് നെക്സ്റ്റ് പീരീഡ് ആയി. ദെൻ ആഫ്റ്റർ സം ടൈം അഗെയിൻ ദ ബെൽ റാങ്. അപ്പൊ എന്താവും? നമുക്ക് വീണ്ടും അടുത്തത്. അപ്പൊ അതൊരു പർട്ടിക്കുലർ ടൈം ആണ്. ഒരു 40 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ് ഇന്റർവെൽ ടൈമിൽ എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ആയിട്ട് നമുക്ക് ക്ലാസ്സസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ അതുകൊണ്ടാണ് നമ്മൾ ഓരോ പീരീഡ് എന്നുള്ളത് പറയുന്നത് തന്നെ. അപ്പൊ ഇതിനൊക്കെ നമുക്ക് ഒരു പീരിയോഡിക് മോഷൻ എന്നുള്ള ഒരു പേരിൽ നമുക്ക് വിളിക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഒരു ബോഡി എന്ന് പറയുന്നത് അതിന്റെ മൂവ്മെന്റ് ഒരു ഫിക്സ്ഡ് പാത്തില് റിപ്പീറ്റ് ആയി നടന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നമുക്ക് അതിനെ പീരിയോഡിക് മോഷൻ എന്ന് പറയാം. ഓക്കെ, ഒരു ഫിക്സ്ഡ് ടൈം ഇന്റർവെല്ലിൽ ഒരു സ്പെസിഫിക് പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു 2 പർട്ടിക്കുലർ ഡയറക്ഷനിൽ തന്നെ ആ ഒരു ബോഡി റിപ്പീറ്റ് ആയിട്ട് മൂവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നമുക്ക് അതിനെ പീരിയോഡിക് മോഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സിമ്പിൾ പെൻഡുലം നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളതാണ്. ഒരു എക്സ്പെരിമെന്റ് +1 +2 ഒക്കെ നമ്മൾ എക്സ്പെരിമെന്റുകൾ ചെയ്തിട്ടുണ്ടാകും പീരിയോഡിക് സിമ്പിൾ പെൻഡുലത്തിന്റെ അല്ലെ. ആ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ പീരിയോഡിക് നേച്ചർ ആണ്. അതുപോലെ തന്നെ ഊഞ്ഞാല് അല്ലെ, നമ്മളെല്ലാവരും ഊഞ്ഞാലിന്റെ ചെറുപ്പത്തിലാണെങ്കിലും ചിലപ്പോൾ ഈ പ്രായത്തിലാണെങ്കിലും നമുക്കിപ്പോൾ എവിടെയെങ്കിലും പാർക്കിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഊഞ്ഞാലിൽ കയറും അല്ലെ. ആ ഊഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഒരു പർട്ടിക്കുലർ ടൈമിൽ റിപ്പീറ്റ് ആയിട്ട് ആ ഒരു മൂവ്മെന്റ്, ആ ഒരു ബോഡിയുടെ മൂവ്മെന്റ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് പീരിയോഡിക് മോഷനിൽ വരുന്ന എക്സാമ്പിളുകളാണ്. ഓക്കെ, അപ്പൊ നോക്കൂ, ഇതാണ് നമുക്കൊരു പീരിയോഡിക് മോഷന്റെ വേവ് ഫോം എങ്ങനെ കാണിക്കും എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും അല്ലെ. നമുക്ക് നോക്കൂ, ഈ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്നുണ്ട്, ദെൻ a negative half cycle, again it repeat the same positive then negative. Okay, അപ്പൊ ഈ ഒരു സെന്റർ മാക്സിമം ടൈമിംഗ് വരുന്നുണ്ടല്ലോ, ഈ ഒരു മാക്സിമം ടൈം അറ്റ് 2 peaks അല്ലെ, രണ്ട് സെയിം ആ ഒരു ടൈമിൽ വരുന്നതാണ് നമ്മുടെ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ മാക്സിമം വരുന്ന വാല്യൂ എത്രയാണോ അതാണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, ടൈമിലായിരിക്കും നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, ടൈമിലും ഡിസ്പ്ലേസ്മെന്റും ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മോഷൻ റിപ്പീറ്റ് ആകുന്നതിന് എടുക്കുന്ന ടൈം. ഓക്കെ, അപ്പൊ അതല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇപ്പൊ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, എഗെയിൻ ഈ ഒരു വേവ് ഫോം കംപ്ലീറ്റ് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്തത് എവിടെയാണ്? ഇവിടെയാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതിനെ നമുക്കൊരു ടൈം പീരീഡ് എന്ന് പറയാം. ഈ ഒരു ടൈം ഡ്യൂറേഷനെ നമുക്ക് എന്ത് പറയാം? ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ടേം നമുക്ക് പഠിക്കേണ്ടതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ടൈംസ് ദ മോഷൻ ഈസ് റിപ്പീറ്റഡ് ഇൻ 1 സെക്കൻഡ്. ഒരു പർട്ടിക്കുലർ ടൈം അവർ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എക്സാമ്പിൾ ഇപ്പൊ ഒരു 1 സെക്കൻഡിൽ എത്ര മോഷൻസ് ആണ് കംപ്ലീറ്റ് ആയിട്ട് എത്ര മോഷൻസ് ആണോ റിപ്പീറ്റ് ആയിട്ട് വരുന്നത് അതിനെയാണ് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെക്കൻഡിൽ എത്ര നമ്പർ ഓഫ് ടൈംസ് ഓഫ് മോഷൻ ഉണ്ട് അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ദ ലെറ്റർ സ്മോൾ ലെറ്റർ എഫ് ആണ്. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് നമുക്കറിയാം ഹെർട്സ് ആണ്, ദാറ്റ് ഈസ് HZ ആണ്. ഫ്രീക്വൻസിയും ടൈമും റിലേറ്റഡ് ആണ്, അതായത് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/ടൈം, അതല്ലെങ്കിൽ T ഈസ് ഈക്വൽ ടു 1/F എന്ന് പറയാം. അതായത് രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് വരുന്ന ഒരു പീരിയോഡിക് മോഷന്റെ വേവ് ഫോംസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഇക്വേഷൻ ആണ്. നമുക്ക് ചിലപ്പോൾ പ്രോബ്ലംസിലൊക്കെ ചോദിക്കാം ഈ ഒരു ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇനി പീരിയോഡിക് മോഷനിൽ വരുന്ന കുറച്ച് പ്രോപ്പർട്ടികൾ ഉണ്ട് നമുക്ക്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ദ വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ബോഡിയും, അതായത് ഒരു പീരിയോഡിക് മോഷനിലുള്ള എല്ലാ ബോഡിക്കും അതിൻ്റെതായ ഒരു വെലോസിറ്റി ഉണ്ടാകും. അപ്പൊ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ആ ഒരു ടൈമിനനുസരിച്ച് വരുന്ന ഡിസ്പ്ലേസ്മെന്റിന്റെ റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് ടൈം. ഓക്കെ, അതിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ V ആണ്. SI യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്, അല്ലെങ്കിൽ ഇതാണ് നമുക്ക് വരുന്ന ആ ഒരു SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? പീരീഡ് ആണ്. പീരീഡ് നമ്മൾ എന്താണെന്ന് നോക്കിയിട്ടുണ്ട് അല്ലെ. ഒരു ഒബ്ജക്റ്റ് അതിന്റെ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തിരിച്ച് അവിടേക്ക് തന്നെ എത്തുന്ന ആ ഒരു ടൈം, അതിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ആ ഗ്രാഫിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നോക്കൂ, ഇപ്പൊ ഈ ഒരു ഗ്രാഫിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ വരെയാണ് നമുക്ക് ഒരു കംപ്ലീറ്റ് വൺ സൈക്കിൾ ഓഫ് മോഷൻ വരുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് ടി എന്ന് പറയുന്നത്. ഓക്കെ, യൂണിറ്റ് സെക്കൻഡ്സിലായിരിക്കും. പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രീക്വൻസിയുടെ ടേംസിൽ പറയും. കാരണം എന്താണ്, നമ്മൾ പറഞ്ഞു പീരീഡും ഫ്രീക്വൻസിയും ദേ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ഓസിലേഷൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോഷൻസ് ആണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് എഫ് ആണ്, എൻ അല്ല, എഫ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസിന് നമുക്ക് ടൈം പീരീഡിന്റെ പറയുമ്പോൾ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ആണ്. നമ്മൾ ആ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എഫ് വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് നമുക്ക് വരുന്നത്, 1 ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ടി ആണ്. ഇതാണ് ഫ്രീക്വൻസിയും ടൈം പീരീഡും തമ്മിലുണ്ടാവുന്ന ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്ന ഒരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ആണ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്സിമം ആ ഒരു മാക്സിമം ഡിസ്റ്റൻസ് എത്രയാണോ അതാണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലെ. ദ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ആൻ ഒബ്ജക്ട്, ഒരു ഒബ്ജക്റ്റിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്താണോ അതാണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററിലായിരിക്കും. ഓക്കെ, അപ്പൊ ഈ യൂണിറ്റുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ചിലപ്പോൾ നമുക്ക് പ്രോബ്ലത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മീറ്ററുകൾ തെറ്റിച്ച് നമുക്ക് ആൻസർ ഓപ്ഷൻസിൽ വെക്കും. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ അതിന്റെ കുറച്ച് എക്സാമ്പിളുകൾ നോക്കൂ. ഇലക്ട്രോൺസ് അറൌണ്ട് ന്യൂക്ലിയസ്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റൊട്ടേറ്റ് ചെയ്യുന്ന മോഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു പെൻഡുലത്തിന്റെ, റോക്കിംഗ് ചെയർ, അതുപോലെ തന്നെ സണ്ണിന് ചുറ്റും എർത്തിന്റെ മൂവ്മെന്റ്, അതുപോലെ എർത്തിന് ചുറ്റും മൂണിന്റെ മൂവ്മെന്റ്. ഇതൊക്കെ നമുക്ക് പീരിയോഡിക് മോഷന്റെ എക്സാമ്പിളുകളാണ്. ഓക്കെ, ഇനി നമുക്ക് ചെറിയൊരു ഡിഫറൻസ് നോക്കാം. അതായത് പീരിയോഡിക് മോഷനും നോൺ പീരിയോഡിക് മോഷനും തമ്മിലുണ്ടാവുന്ന ഒരു മെയിൻ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ റെപ്പറ്റേറ്റീവ് മോഷൻ ആണെങ്കിൽ നമുക്ക് അതിനെ പീരിയോഡിക് എന്ന് പറയാം. നോൺ റെപ്പറ്റേറ്റീവ് ഇൻ നേച്ചർ ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് നോൺ പീരിയോഡിക് മോഷൻ എന്ന് പറയാം. ഡിപെൻഡൻസ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ടൈം ഇന്റർവൽ ഈസ് നീഡ് ഇൻ ദ ഡിസ്കഷൻ ഓഫ് പീരിയോഡിക് മോഷൻ. നമുക്ക് ടൈം ഇന്റർവൽ ആവശ്യമാണ്. നമ്മൾ പറഞ്ഞൊരു ഒരു ഫിക്സ്ഡ് ടൈം ഇന്റർവെല്ലിൽ വരുന്ന റിപ്പീറ്റഡ് മോഷൻ ആണ് പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ടൈമിംഗ് നമുക്ക് ആവശ്യമുള്ളതാണ് അല്ലെ. പക്ഷെ നമുക്ക് നോൺ പീരിയോഡിക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടൈമിന്റെ ബേസിലൊന്നും നമുക്ക് അവിടെ റിപ്പീറ്റേഷൻ നടക്കുന്നില്ല. സോ അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഡിസ്ക്രിപ്ഷന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ ഇവിടെ നമുക്ക് സർക്കുലർ മോഷൻ, വൈബ്രേറ്ററി മോഷൻ, അതല്ലെങ്കിൽ ഒരു ഓസിലേറ്ററി മോഷൻ, ഇതൊക്കെ നമുക്ക് ഈ പറയുന്ന പീരിയോഡിക് മോഷന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇവിടെ എന്തൊക്കെയാണ് നോൺ പീരിയോഡിക് എന്ന് പറയുമ്പോൾ ട്രാൻസ്ലേറ്ററി മോഷൻ വരും നമുക്ക്. അതുപോലെ തന്നെ ഫ്രീ ഫോൾ, ഒബ്ജക്റ്റുകൾ എന്തെങ്കിലും മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന ആ ഒരു ഫ്രീ ഫോൾ, പ്രൊജക്ടൈൽ മോഷൻ, ഇതൊക്കെ നമുക്ക് നോൺ പീരിയോഡിക് മോഷൻ ആണ്. കാരണം അതൊരു ആഫ്റ്റർ ഒരു സർട്ടൈൻ ഇന്റർവൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ആകാത്ത മോഷനുകളാണ്. അപ്പൊ അതൊക്കെ നമുക്ക് നോൺ പീരിയോഡിക്കിൽ വരാം. ഓക്കെ, എക്സാമ്പിളുകൾ നോക്കൂ. പ്ലാനറ്റിന് ചുറ്റും, സണ്ണിന് ചുറ്റും പ്ലാനറ്റുകളുടെ മോഷൻ, then ഇലക്ട്രോൺസുകളുടെ മൂവ്മെന്റ്സ്, റോക്കിംഗ് ചെയർ, ബ്ലേഡ്സ് ഓഫ് യുവർ ഫാൻ പെർഫോം പീരിയോഡിക് മോഷൻ അല്ലെ. നമ്മുടെ ആ ഒരു ഫാനിന്റെ ബ്ലേഡുകൾ എങ്ങനെയാണ്, ഒരു പീരിയോഡിക് മോഷൻ, ഒരു സർട്ടൈൻ ടൈം ഓഫ് ഇന്റർവെലിന് ശേഷം റിപ്പീറ്റ് ആയിട്ട് റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നോൺ പീരിയോഡിക്കിൽ വരുന്ന എക്സാമ്പിളുകൾ എന്തൊക്കെയാണ് വരുന്നത്, ഒരു ബോൾ, നമ്മളൊരു ഗ്രാവിറ്റിയുടെ ഇതിൽ നമുക്ക് ആ ഒരു ബോളിൽ വരുന്ന ആ ഒരു ബൗൺസിങ് ദ ബോൾ വരുന്നത്. അതുപോലെ തന്നെ മോഷൻ ഓഫ് ആക്സലറേറ്റഡ് വെഹിക്കിള്, ഡോൾഫിൻസിന്റെ മൂവ്മെന്റ്സ്, പ്ലെയേഴ്സ്, ഗ്രൗണ്ടിൽ വരുന്ന പ്ലെയേഴ്സിന്റെ മൂവ്മെന്റ്, ഇതൊക്കെ നമുക്ക് നോൺ പീരിയോഡിക് മോഷൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ പീരിയോഡിക് മോഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതല്ലെങ്കിൽ SHM. ഓക്കെ, അപ്പൊ ഒരു ഹാർമോണിക് മോഷന്റെ ഒരു സിംപ്ലസ്റ്റ് ഫോം ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഒരു സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഹാർമോണിക് മോഷൻ ആണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ, the force acting on the oscillating body that is directly proportional to the displacement from its mean position, okay, which is also known as the position of equilibrium. Okay, അപ്പൊ ആ ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ, അതല്ലെങ്കിൽ ഒരു മീൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ത്, ആ ഒരു ഓസിലേറ്റിംഗ് ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഓസിലേറ്റിംഗ് അല്ലെങ്കിൽ ഒരു മൂവ് ചെയ്യുന്ന ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, അതിന്റെ മീൻ പൊസിഷനിൽ നിന്നും ആ ബോഡി എത്രത്തോളം ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് എത്രത്തോളം ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ട് എന്നതിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതാണ് നമുക്ക് വരുന്ന സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതൊരു പോയിന്റ് ഇൻ ഓസിലേഷനിലും ഈ ഫോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ മീൻ പൊസിഷന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഒരു പാർട്ടിക്കിൾ അതിന്റെ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ് ഉള്ളതെങ്കിൽ നമുക്ക് അതിനെ ഹാർമോണിക് ഓസിലേറ്റർ എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ ഒരു പാർട്ടിക്കിളിൽ നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷനാണ് നമുക്ക് അവിടെ ഉള്ളതെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം, ഇറ്റ് ഈസ് നോൺ ആസ് ഹാർമോണിക് ഓസിലേറ്റർ എന്ന് വിളിക്കാം.
ഓക്കെ, അപ്പൊ എന്താണ് SHM എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ നമുക്ക് സ്പെഷ്യൽ കേസ്, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിന് പറ്റിയ രണ്ട് എക്സ്ട്രീം പോയിന്റുകളിൽ, ഇപ്പൊ ചില എക്സാമ്പിളുകളാണ് പറയുന്നത്. ചില രണ്ട് സ്ട്രെയിറ്റ് ലൈൻ കണക്ട് ചെയ്തിരിക്കുകയാണ്, അതിന് രണ്ട് എക്സ്ട്രീം പോയിന്റുകളിൽ ബിറ്റ്വീൻ ആയിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് SHM എന്ന് പറയുന്നത് ഒരു കൺസ്ട്രെയിന്റ് ആയിരിക്കും. ആ ഒരു പാത്ത് ഓഫ് SHM എന്ന് പറയുന്നത് ഒരു കൺസ്ട്രെയിന്റ് ആയിരിക്കും നമുക്ക് പറയാം. അതായത് ആ ഒരു ഒബ്ജക്റ്റിന് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് വേണ്ടത്, ആ ഒരു കേസസിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകിച്ച് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ, അല്ലെങ്കിൽ നമുക്കൊരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ആ ഒരു മീൻ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലായിരിക്കും അല്ലെ. നമുക്ക് സിമ്പിൾ പെൻഡുലത്തിന്റെ ആ ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലായിരിക്കും നമുക്ക് ആ വരുന്ന ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഒരു മീൻ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പീരിയോഡിക് മോഷന്റെ ക്യാരക്ടറിസ്റ്റിക്സുകൾ നോക്കി, അതേപോലെ തന്നെ ഇതിൽ എന്തൊക്കെ വരുന്നുണ്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഈ ഒരു പാർട്ടിക്കിളിന് നമുക്കൊരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാകും. അതെന്ന് പറയുന്നത് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ്, ആ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, ഈ ഫോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് ആയിരിക്കും അതിനെ ഡയറക്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിന്റെ മാഗ്നിറ്റ്യൂഡും ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് ഈ റീഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും ഇൻക്രീസ് ആകും. ഓക്കെ, ഇതാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇക്വിലിബ്രിയം പൊസിഷൻ. ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ നമുക്ക് റീസ്റ്റോറിംഗ് ഫോഴ്സ് 0 ആയിരിക്കും. ഓക്കെ, അതായത് ആ ഒരു ഓസിലേറ്റ് ചെയ്തിട്ട് അതിന്റെ സെന്റർ പൊസിഷനിൽ വരുമ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്കും അല്ല ബാക്കിലേക്കും അല്ല, ആ ഒരു മിഡ് പോയിന്റ് വരുന്നതിനാണ് നമ്മൾ അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്തായിരിക്കും? 0. കാരണം എന്താണ്? there is no displacement ആയിരിക്കും അവിടെ. അടുത്തത് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, നമ്മൾ നോക്കിയതാണ്. അതേപോലെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ എ പർട്ടിക്കുലർ ടൈം, അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ വരുന്നത്, ഒരു 1 സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഓസിലേഷൻസിനെയാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു 1 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടോട്ടൽ ടൈം ഡ്യൂറേഷനെയാണ് പീരീഡ് എന്ന് പറയുന്നത്. ദെൻ എനർജി. എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു പാർട്ടിക്കിളിന് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ടോട്ടൽ എനർജി ഉണ്ടാകും. ആ ഒരു ടോട്ടൽ മോഷനിൽ നമുക്ക് ത്രൂ ഔട്ട് ദ മോഷനിൽ നമുക്ക് ഒരു ടോട്ടൽ എനർജി ഉണ്ടാകും. ഈ എനർജി എന്ന് പറയുന്നത് എന്തായാലും ഇറ്റ് ഈസ് സം ആയിരിക്കും. ആ ഒരു ഒബ്ജക്റ്റിന്റെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഒരു ടോട്ടൽ സം ആയിരിക്കും നമുക്ക് വരുന്ന ഈ പറയുന്ന സിമ്പിൾ ഹാർമോണിക് മോഷനിൽ വരുന്ന എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ വരുന്ന മെയിൻ ക്യാരക്ടറിസ്റ്റിക്സുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ടൈപ്സ് നോക്കാം. നമുക്ക് രണ്ട് ടൈപ്സ് ആണ് നിൽക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലീനിയർ സിമ്പിൾ ഹാർമോണിക്കും, സെക്കൻഡ് വൺ ഈസ് ദി ആംഗുലാർ സിമ്പിൾ ഹാർമോണിക്കും ആണ്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ലീനിയർ സിമ്പിൾ ഹാർമോണിക് എന്താണെന്ന് നോക്കാം. ഒരു പാർട്ടിക്കിള് അതിന്റെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു ഫിക്സ്ഡ് പൊസിഷനിൽ ബേസ് ചെയ്തിട്ട്, ഫിക്സ്ഡ് പോയിന്റിനെ ബേസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ഫ്രണ്ടിന്റെയും ബാക്കിലേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ്. അതൊരു സ്ട്രെയിറ്റ് ലൈനിലാണെങ്കിൽ നമുക്ക് അതിന് ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയാം. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് ആ ഒരു ബോഡി അല്ലെങ്കിൽ ആ ഒരു പാർട്ടിക്കിള് മൂവ് ചെയ്യുന്നത്, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരു സിമ്പിൾ സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനെ ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഒരു ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ പെർഫോം ചെയ്യണമെങ്കിൽ നമുക്ക് 1-2 കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ദ റീസ്റ്റോറിംഗ് ഫോഴ്സും ആക്സലറേഷനും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ഓക്കെ, ബട്ട് ഓപ്പോസിറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ഓക്കെ, ആ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സും അതുപോലെ തന്നെ അതിലുണ്ടാവുന്ന ആക്സലറേഷനും, ആ ഒരു പാർട്ടിക്കിൾ ഉണ്ടാവുന്ന ആക്സലറേഷനും അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സിസ്റ്റത്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലും ഇൻവേഴ്സ് അല്ലെങ്കിൽ ഡയറക്ഷനിന് ഓപ്പോസിറ്റും ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം അതിനെ? ഫോഴ്സ് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -x എന്ന് പറയാം. കാരണം എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്, പക്ഷെ ഓപ്പോസിറ്റ് സൈഡിലും ആയിരിക്കണം അല്ലെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ആയിരിക്കും. അതേപോലെ തന്നെ ആക്സലറേഷനും ആൽഫ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -x ആണ്. ഇതാണ് നമുക്ക് അതിൽ വരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ആ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിൾ ഹാർമോണിക് എങ്ങനെ വരും നമുക്ക് നോക്കാം. അപ്പൊ F ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -x എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ഡയറക്ഷണൽ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഞാൻ k എന്ന് പറഞ്ഞ ഒരു ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ F is equal to -kx. k എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി റീസ്റ്റോറിംഗ് ഫോഴ്സ് കോൺസ്റ്റന്റ്. ഓക്കെ, റീസ്റ്റോറിംഗ് ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ് k എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഫോഴ്സിന് നമുക്ക് ഓൾറെഡി ഒരു ഇക്വേഷൻ അറിയാം. F is equal to എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ നമുക്ക് അറിയുന്നതാണ്. സോ നമുക്ക് ma, ഫോഴ്സിന് പകരം ma എന്ന് കൊടുക്കാം. ma which is equal to -kx. എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആക്സലറേഷൻ ഉള്ള ഒരു ഇക്വേഷൻ ആണ്. സോ a is equal to എനിക്ക് എന്ത് എഴുതാം? -kx/m. that is the equation number 1. ഓക്കെ, ഇനി നമുക്ക് വെലോസിറ്റി, ആ ഒരു ടൈമിനെ ബേസ് ചെയ്തിട്ട് വെലോസിറ്റി എങ്ങനെയായിരിക്കും? v is equal to dx/dt ആണ്. dx എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ നമുക്ക് അറിയുന്ന ഡിസ്പ്ലേസ്മെന്റും വിത്ത് ടൈം ആണ് dt എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പോൾ ആക്സിലറേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്തായിരിക്കും നമുക്ക് a is equal to dv/dt ആണ്. ദാറ്റ് ഈസ് d square x by dt square ആണ് നമുക്ക് വരുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് മൈ ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ 1 ഉം 2 ഉം കൂടി ഇക്വേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെയും ആക്സിലറേഷൻ ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇക്വേഷൻ 2 ഉം ആക്സിലറേഷൻ ആണ്. ഇത് രണ്ടും ഞാൻ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് എഴുതാം? d square x by dt square plus ഈ minus kx by m നെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ kx by m വരും, which is equal to 0. This is my equation number 3 എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. നമുക്ക് ആംഗുലർ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഇൻ ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ആംഗുലർ വെലോസിറ്റി എങ്ങനെയായിരിക്കും? ആംഗുലർ വെലോസിറ്റി നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ഒമേഗ ആണ് അല്ലേ? സോ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു k by m ആണ്. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്തു? ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് ഈ k by m ന് പകരം ഞാൻ ഒമേഗ സ്ക്വയർ എന്ന് കൊടുത്തു. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? d square x by dt square plus omega square x is equal to m, which is the equation for linear simple harmonic motion of a body. ഒരു ബോഡിയുടെ ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ വരുന്ന ആ ഒരു ഇക്വേഷൻ എന്താണ്? d square x by dt square plus omega square x is equal to 0. ഇതാണ് നമുക്ക് വരുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അടുത്തത് എന്താണ്? നമ്മുടെ രണ്ടാമത്തെ സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ആംഗുലർ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. ഓക്കെ. ഇവിടെ എങ്ങനെ നമുക്ക് വരുന്നത് നോക്കൂ. ഇവിടെ നമുക്ക് ടു ആൻഡ് ഫ്രണ്ട് ആംഗുലർ മൂവ്മെന്റ് ആണ് വരുന്നത്. ആ ഒരു ബോഡിയുടെ ഒരു ആംഗുലർ മൂവ്മെന്റിലാണ് ബോഡി മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ആ ഒരു മെയിൻ പൊസിഷൻ അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഒക്കെ നമ്മൾ അതിന്റെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റിന്റെ ടേംസിലാണ് മെഷർ ചെയ്യുന്നത്. ഓക്കെ. അവിടെ നമ്മൾ പറഞ്ഞു ലീനിയർ സ്ട്രേറ്റ് ലൈനിലായിരിക്കും മൂവ്മെന്റ് വരുന്നത്. ഇവിടെ നമുക്കൊരു ആംഗുലർ മൂവ്മെന്റ് ആണ് നടക്കുന്നത്. ഓക്കെ. അപ്പൊ അതിന്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മെയിൻ പൊസിഷനും അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ നമ്മൾ അതിന്റെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ നമുക്ക് പറയാം ഒരു ഡിസ്ക് നമ്മൾ ഒരു റിജിഡ് സപ്പോർട്ടിൽ നമ്മൾ ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ. അതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? അതിന്റെ ഒരു ആംഗുലർ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് നമുക്ക് അവിടെ നടക്കുന്നത്. ഓക്കെ. ഒരു ഡിസ്ക് ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്തിട്ട് നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? ആംഗുലർ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് വരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ. നമ്മൾ അവിടെ രണ്ട് കണ്ടീഷൻസ് പറഞ്ഞു, അതേപോലെ തന്നെ ഇവിടെ നമുക്ക് കണ്ടീഷൻസ് വരുന്നുണ്ട്. എന്താണ്? ഫസ്റ്റ് വൺ, റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതേപോലെ തന്നെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നടക്കുന്നത്. ഓക്കെ. ഇത് രണ്ടുമാണ് നമുക്ക് ഇതിൽ വരുന്ന കണ്ടീഷൻസ്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? ടൗ എന്നുള്ളതാണ് റീസ്റ്റോറിംഗ് ഫോഴ്സിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ടൗ വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൈനസ് തീറ്റ. ടൗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ്. ആ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് ടൗ എന്ന് പറയുന്നത്. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മൈനസ് തീറ്റ എന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ക്യാൻസൽ ചെയ്യാം. ടൗ ഇസ് ഈക്വൽ ടു മൈനസ് സി തീറ്റ എന്നാണ്. സി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് നമുക്ക് വരുന്നത്. അത് അതായത് റീസ്റ്റോറിംഗ് ടോർക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ. ഒരു യൂണിറ്റ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റിൽ വരുന്ന യൂണിറ്റ് ടോർക്ക് ആണ്, റീസ്റ്റോറിംഗ് ടോർക്ക് ആണ് സി എന്ന് പറയുന്നത്. ഓക്കെ. സോ ടൗ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു എ. നമുക്കറിയാം ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് ആൽഫ എന്ന് പറയുന്നത് ആംഗുലർ ആക്സലറേഷൻ ആണ്. അതാണ് എന്റെ ഇക്വേഷൻ നമ്പർ 2, ഐ ഇൻറ്റു ആൽഫ. അപ്പൊ എന്റെ ഇക്വേഷൻ 1 ഉം 2 ഉം ഇക്വേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് വരും? മൈനസ് ടി തീറ്റ ഇസ് ഈക്വൽ ടു ഐ ആൽഫ. ഇതിൽ നിന്ന് ഞാൻ ആൽഫ കാൽക്കുലേറ്റ് ചെയ്തു. ആൽഫ നമുക്ക് അറിയാം ഓൾറെഡി ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ആണ്. അപ്പൊ ഞാൻ ഈ രണ്ട് ഇക്വേഷൻസും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് ഇക്വേഷൻ വരും? ഐ ഇൻറ്റു ആൽഫയ്ക്ക് വരെ എന്ത് കൊടുത്തു? ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് സി തീറ്റ ഇസ് ഈക്വൽ ടു 0. ഇതാണ് എനിക്ക് വരുന്ന ആംഗുലർ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ വരുന്ന അല്ലെങ്കിൽ ആ ടൈമിനെ ബേസ് ചെയ്തിട്ട് വരുന്ന ആംഗുലർ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഇതിൽ വരുന്ന ഇക്വേഷൻസ്, സിമ്പിൾ ഹാർമോണിക് മോഷനിൽ വരുന്ന ഇക്വേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. ഇപ്പൊ ഒരു മാസ് എം മാസ് ഉള്ള ഒരു പാർട്ടിക്കിളിനെ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അവിടെ നമുക്ക് എന്താണ് വരുന്നത്? ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. അതിന്റെ പാത്ത് എന്ന് പറയുന്നത് എന്താണ്? എ ഡാഷ് ഒ എ. എ ഡാഷ് ഒ എ ഇതാണ് എനിക്ക് അതിൽ വരുന്ന പാത്ത് എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ പൊസിഷൻ ആണ് ഈ പറയുന്ന 0 എന്ന് പറയുന്നത്. ഓക്കെ. ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് v0യും ഓക്കെ ആ ഒരു പൊസിഷൻ പി എന്ന് പറഞ്ഞ പൊസിഷനിൽ അതിന്റെ സ്പീഡ് എന്താണ്? v0. ഇതാണ് നമുക്ക് ഈ ഒരു ഇമേജിൽ കൺസിഡർ ചെയ്യാനുള്ളത്. ഇതിന്റെ ഫസ്റ്റ് ടൈം t is equal to 0, then this is time at t is equal to t യിൽ വരുന്നതാണ്. ഓക്കെ. അപ്പൊ at time t is equal to 0 ആ പാർട്ടിക്കിൾ p യിലായിരിക്കും. ടൈം t is equal to t ആണെങ്കിൽ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് q ലാണ്. ജസ്റ്റ് ഒന്ന് ഫിഗറിൽ നോക്കിയാൽ മതി. ആ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എന്താണ്? v ആണ് വരുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് പോയിന്റ് p യിൽ നമുക്ക് ആക്ട് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം.
അപ്പോൾ നമുക്കറിയാം F is equal to minus kx നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. then k is equal to ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ F is equal to ma നമുക്ക് അതും അറിയുന്നതാണ്. a എന്ന് പറയുന്നത് ആക്സിലറേഷനും പോയിന്റ് q ൽ വരുന്ന ആക്സിലറേഷൻ. അപ്പോൾ ഇക്വേഷൻ രണ്ടും കൂടി ഞാൻ കമ്പൈൻ ചെയ്യുമ്പോൾ ma is equal to എനിക്ക് എന്താ വരുന്നത് minus kx ആണ്. അപ്പോൾ ഒമേഗ സ്ക്വയർ ആംഗുലർ അതിന്റെ എടുക്കുമ്പോൾ k by m ആണ്. ഞാൻ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് വരുന്ന ഫൈനൽ ഇക്വേഷൻ minus omega square x is equal to d square x by dt square ആണ് എനിക്ക് വരുന്ന ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഞാൻ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എനിക്ക് എന്ത് എഴുതാം? d square x by dt square plus omega square x is equal to 0. ഇതെന്ന് പറയുന്നതാണ് എൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ വരുന്ന ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് d square x by dt square plus omega square x equal to 0. അപ്പോൾ ഇതിന് നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന് നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട്. ഓക്കെ, അത് എങ്ങനെയൊക്കെ ആയിരിക്കും? ഫസ്റ്റ് ഒരു പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അതിന്റെ മീൻ പൊസിഷനിലാണെങ്കിൽ x is equal to എന്താണ്? a sin omega t ആണ്. ഓക്കെ, അത് അതിന്റെ നോട്ട് അറ്റ് മീൻ പൊസിഷനിലാണെങ്കിൽ x is equal to a sin phi ആണ്. ഓക്കെ, പാർട്ടിക്കിൾ എന്ന് പറയുന്നത് q at any time t. ഓക്കെ, ആ ഒരു ഫിഗറിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു പോയിന്റ് q ലാണ് നിൽക്കുന്നത്. ഏതൊരു ടൈം t ആണെങ്കിൽ x is equal to a sin omega t plus phi ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് അതിൽ വരുന്ന ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് മൂന്ന് കേസസിൽ വരുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഉണ്ടാകുന്ന എനർജി എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എനർജി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഇത് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അതായത് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പാർട്ടിക്കിളിൽ ഉണ്ടാകുന്ന മൂവ്മെന്റിൽ അല്ലെങ്കിൽ മോഷനിൽ ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അല്ലെ, ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് കാരണം ആ ഒരു പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് കാരണം ഉണ്ടാകുന്ന ഒരു എനർജിയാണ് എന്തെന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പൊ ഈ പറയുന്ന SHM അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ രണ്ട് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ ഒരു പരാബോളിക് ഷേപ്പിലായിരിക്കും. ആ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ആ ഒരു പൊസിഷനെ ബേസ് ചെയ്തിട്ട് ഒരു പരാബോളിക്കലി ആയിട്ടാണ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് നമുക്ക് ഓൾവേസ് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെയായിരിക്കും നമുക്ക് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഒരു പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ എഴുതാം? u is equal to half kx square എന്ന് എഴുതാം. ദാറ്റ് ഈസ് half k a square cos square omega t plus phi എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് പൊട്ടൻഷ്യൽ എനർജിക്ക് ആണ്. അതേപോലെ തന്നെ കൈനറ്റിക് എനർജിക്ക് നമ്മൾ എങ്ങനെ എഴുതാം? k is equal to half mv square. നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു half m v സ്ക്വയറിന് പകരം ഞാൻ എന്ത് എഴുതി? ഒമേഗ സ്ക്വയർ a സ്ക്വയർ sin സ്ക്വയർ omega t plus phi ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു half k a square sin സ്ക്വയർ ഒമേഗ ടി. ഇതിന് ഫുൾ ആയിട്ട് ഞാൻ sin സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈ ആണ്. അപ്പൊ ടോട്ടൽ എനർജി എന്താണ്? എനർജി എന്ന് പറയുന്നത് E പ്ലസ് കെ ഈസ് ഈക്വൽ ടു കെ പ്ലസ് യു, അതായത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പൊ രണ്ട് ഇക്വേഷൻസ് ഞാൻ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ വരും. ഹാഫ് കെ എ സ്ക്വയർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് എടുത്തു, cos സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈ. ഇത് നമുക്കറിയാം ദാറ്റ് ഇസ് ഈക്വൽ ടു 1 ആണ് അല്ലെ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. അപ്പൊ ഈ ഒരു ടേം എനിക്ക് 1 ആകും. സോ അതിന്റെ ടോട്ടൽ എനർജി എന്താണ്? ഹാഫ് കെ എ സ്ക്വയർ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് അതിലൊരു മൂവ്മെന്റ് വരുന്നത്. അതായത് അതിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സം ഓഫ് ദി ബോത്ത് കൈനറ്റിക് എനർജി ആൻഡ് ദി പൊട്ടൻഷ്യൽ എനർജിയാണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ പറഞ്ഞു പാരാബോളിക് മൂവ്മെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. കൈനറ്റിക് എനർജി ആണെങ്കിലും പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിലും അതൊരു പാരാബോളിക് മൂവ്മെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ദ ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് ദ ഓസിലേറ്റർ എന്ന് പറയുന്നത് ആ ഒരു ടൈമിന് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഓക്കെ, ഇതെന്ന് പറയുന്നത് ആ ഒരു അണ്ടർ കൺസർവേറ്റീവ് മോഷനിൽ വരുന്നതാണ് നമുക്ക് ഈ പറയുന്ന കണ്ടീഷൻ. അതായത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പീരിയോഡിക് മോഷൻ അതുപോലെ തന്നെ SHM സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നുള്ള ഈ രണ്ട് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.